Tyson official Malayalam vlogിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യേണ്ട കാണണം. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമന്റും എന്തായാലും ചെയ്തോളൂ. നിങ്ങളുടെ ഈ കമന്റും ലൈക്കും ആണ് എൻ്റെ ഒരു സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്താ വെച്ചാൽ ഞാൻ ടയറിനെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ ടയറിനെ കുറിച്ച് 2 വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കണ്ടോളൂ. എനിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വണ്ടിയുടെ ടയർ എന്ന് വെച്ചാൽ എക്സ്പയർ ആവാത്ത ഒരു നല്ലൊരു ടയറായിരുന്നു. പക്ഷെ റണ്ണിങ്ങിൽ ഇതിന്റെ ടയർ ഫ്രണ്ട് റൈറ്റ് സൈഡിലെ ടയർ പൊട്ടിപ്പോവാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ ടയർ പൊട്ടിപ്പോയിട്ട് ഇതിന്റെ പീസൊക്കെ തെറിച്ച് ഇതിന്റെ കവറൊക്കെ പൊട്ടിപ്പോയി. അതുപോലെ തന്നെ ഇതിന്റെ ഇൻഡിക്കേറ്ററിന്റെ കവറൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 140 km/h പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ അത് കാര്യമാക്കിയില്ല. പക്ഷെ ആ വൈബ്രേഷൻ കൂടി വന്നപ്പോൾ ഞാൻ വണ്ടി പയ്യെ ഓടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് ബാക്കിൽ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ടയർ പൊട്ടിപ്പോയിട്ട് അതിന്റെ പീസുകളൊക്കെ തെറിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഭയങ്കര കുറച്ച് വലിയൊരു സൗണ്ട് ആയിരുന്നു. അങ്ങനെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞാൻ ജാക്കൊക്കെ വെച്ചിട്ട് ടയർ ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ പോയത്. അപ്പൊ നിങ്ങൾ വണ്ടിയുടെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്താലും ടയറിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. എന്താ വെച്ചാൽ ഈ ടയറിന് എക്സ്പയറി ഡേറ്റ് 5 വർഷമാണ്. ഇവിടെ UAE നിയമപ്രകാരം 5 വർഷമാണ് ടയറിന്റെ കാലാവധി. അത് ടയറിന്റെ കാലാവധി 5 വർഷം എന്ന് പറയുന്നത് അതൊരു മാക്സിമം ആണെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഇപ്പൊ ചൂടൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടയറിന്റെ പുറമേ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണമാണ് ടയർ പൊട്ടാനുണ്ടായ ഒരു കാരണം അതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ പൊട്ടിയ ടയറിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പൊട്ടിയ ടയറിന്റെ അവസ്ഥ. ഇവിടെ നിന്ന് കുറച്ച് ബൾജായി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിയിട്ട് ഈ സൈഡ് മൊത്തം അതിൻ്റെ കീറിപ്പോയി. അതിൻ്റെ പീസുകളൊക്കെ മൊത്തത്തിൽ തെറിച്ചിട്ട് അവിടെ ഇവിടേക്ക് വന്ന് വണ്ടി മൊത്തം സ്ക്രാച്ചായി. എന്നിട്ട് ഇതിൻ്റെ അവസ്ഥ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഫുള്ളായിട്ട് പൊട്ടിക്കുക, റൗണ്ടായിട്ട് പൊട്ടിക്കുക. ഇത് എനിക്ക് പുതിയ ബ്രാൻഡ് ന്യൂ ടയർ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് എക്സ്പയർ ആയിട്ടില്ല. 5 വർഷം കൂടി തികയാത്ത ഒരു ടയറായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ടയറിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ചൂട് സമയത്ത് എന്തായാലും ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ഞാൻ സ്പീഡ് കുറച്ച് കാരണം എനിക്ക് സേഫായിട്ട് ഞാൻ നിന്നു. അല്ലെങ്കിൽ നമ്മൾ നല്ല സ്പീഡിലേക്കും പോവുകയാണെങ്കിൽ ടയർ പൊട്ടി വണ്ടിക്ക് മറിയാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായേനെ. അങ്ങനെ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ ഒരു യൂസ്ഡ് ടയർ മാർക്കറ്റിലേക്ക് ഞാൻ പോയി. ഇവിടെ ഷാർജയിൽ യൂസ്ഡ് പാർട്സ് കുറേ കിട്ടും. യൂസ്ഡ് എൻജിൻ, അതുപോലെ തന്നെ അങ്ങനെ വണ്ടിയുടെ എല്ലാ പാർട്സും യൂസ്ഡ് കിട്ടും. ടൊയോട്ടയുടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടം പോലെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ടയർ വാങ്ങിച്ചു. ടയർ ഇട്ട് കഴിഞ്ഞിട്ട് പോണ നേരത്തെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ പോലെ മുന്നത്തെ പോലെ തന്നെ എനിക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ആ ടയറിൻ്റെ അലൈൻമെൻറ്റൊക്കെ കഴിഞ്ഞു. അലൈൻമെൻറ്റ് ചെയ്തു വന്നാലും ആ വൈബ്രേഷൻ കണ്ടു. അപ്പോൾ ഞാൻ ടയർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു ടയറിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ട് ബൾജായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ്ഡ് മാർക്കറ്റിൽ ഇവിടെ എല്ലാ പാർട്സും അവൈലബിൾ ആണ്. പക്ഷേ ടയർ എഞ്ചിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. എഞ്ചിനൊക്കെ അത് മാറ്റി വയ്ക്കാൻ കുഴപ്പമില്ല. അതിന് ഭയങ്കര കോസ്റ്റ് വരുന്നതാണ്. പക്ഷേ യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് തീരെ ചിലവ് കുറച്ച് തന്നെ കിട്ടും. അതുപോലെ തന്നെ കുറേ വേറെ വണ്ടിയുടെ പാർട്സുകളൊക്കെ നമ്മൾ കമ്പനി പാർട്സ് തന്നെ വയ്ക്കാൻ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ ഇങ്ങനത്തെ പാർട്സൊക്കെ കിട്ടുമ്പോൾ അത് വെക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ ടയറിൻ്റെ കാര്യത്തിൽ ടയർ നിങ്ങൾ ഒരിക്കലും യൂസ്ഡ് ടയർ വാങ്ങിച്ച് ഇടാണ്ടിരിക്കുക. നമ്മൾ ടയർ എന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടയർ ബ്ലാസ്റ്റ് ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. വണ്ടി മറയും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ടയർ നിങ്ങൾ യൂസ്ഡ് ഒന്നും വാങ്ങിച്ചിടരുത്. പുതിയ മോഡൽ ടയർ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ ടയർ നിങ്ങൾ വാങ്ങിച്ചിടാൻ നോക്കുക. ഇന്ന് നമ്മൾ ടയർ ചേഞ്ച് ആയി വന്നത് ഓട്ടോപ്രോയിലേക്കാണ്. ഓട്ടോപ്രോ സർവീസ് സെൻ്റർ എന്ന് പറയുന്നത് UAE കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സർവീസ് സെൻ്ററാണ്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ വെബ്സൈറ്റ്, ഓട്ടോപ്രോൻ്റെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് വരാം. അവർ ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻസൊക്കെ കൊടുക്കും. എനിവേ നിങ്ങൾ എവിടെ ഇരുന്നാലും
ടയർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല പുതിയ മോഡൽ ടയർ പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ ടയർ പർച്ചേസ് ചെയ്യാൻ നോക്കുക. മെയ്ഡ് ഇൻ ജപ്പാനാണ് കുറച്ചുകൂടി നല്ലതാണെന്ന് പറഞ്ഞു കേട്ടത്. ജപ്പാൻ്റെ ടയർ കുറച്ച് ക്വാളിറ്റി കൂടുതലാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യാൻ പോവാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.